കരുണയുള്ളവർക്ക് ഈ കാഴ്ചകൾ കാണാതിരിക്കാനും വാക്കുകൾ കേൾക്കാതിരിക്കാനുമാവില്ല. ഇരുളും വെളിച്ചവും തിരിച്ചറിയാനാവാത്ത ഈ പിഞ്ചു ബാല്യങ്ങൾ പക്ഷേ അകക്കാഴ്ചയുള്ളവരാണ്. പ്രകാശത്തിന്റെ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടുവെങ്കിലും ജീവിതത്തെക്കുറിച്ച് ഇവർക്ക് നിരാശയില്ല. ഒരു കാഴ്ചയില്ലാത്ത കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ചില രക്ഷിതാക്കള് അതിനെ ഒരു ഉപേക്ഷയായിട്ടാണ് കാണുന്നത്. അതായത് എനിക്ക് ഇങ്ങനത്തെ ഒരു കുഞ്ഞുണ്ടായി പോയി, ഇനി അവനെ കൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ല, ഒരു ഉപകാരം ലഭിക്കില്ല ഭാവിയിൽ എന്നുള്ളതിലേക്ക് അവനെ പുച്ഛിച്ചിട്ട് സമൂഹത്തിന്റെ അടിത്തട്ടിലേക്ക് ഒഴിച്ചു നിർത്തുന്ന ഒരു പ്രവണത മാതാപിതാക്കൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം മാതാപിതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഓവറായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പുറത്തിറക്കൂല, എവിടെയെങ്കിലും വീണ് പോകും, എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ കാലുള്ളത് വരെ ഞാൻ അവരെ നോക്കിക്കൊള്ളും, വേറെ എവിടേക്കും പറഞ്ഞയക്കൂല, ഒരു പോറൽ പോലും ഏൽക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ട് ഓവറായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം. ഇങ്ങനെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കഴിവുകൾ വികസിക്കാതെ മുരടിച്ചു പോവുകയാണ്. അതുപോലെ മറ്റൊരു കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ കുഞ്ഞുങ്ങളെ പോലെ തന്നെ അവരുടെ കാഴ്ചയുള്ള കുട്ടികളെ പോലെ തന്നെ കണക്കിലെടുത്തിട്ട് അവരെ വളർത്തുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് ബ്ലൈൻഡ് സ്കൂളിൽ എത്തുമ്പോൾ ബുദ്ധിപരമായിട്ടോ അല്ലെങ്കിൽ മറ്റോ ഡെയിലി ലിവിംഗ് സ്കില്ലിലൊന്നും യാതൊരു വ്യത്യാസം വരുന്നില്ല. നോർമൽ കുട്ടികളെ പോലെ തന്നെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ ഏതായാലും ഈ കുട്ടികളെ നമ്മൾ ആദ്യം ബ്രെയിൽ ഒക്കെ പഠിപ്പിച്ച് അവരുടെ ബ്രെയിൽ എഴുത്ത് വായന പഠിപ്പിക്കുന്നു. പിന്നെ നമ്മൾ സാധാരണ 1ാം ക്ലാസ് മുതൽ കാഴ്ച ഉള്ള കുട്ടികൾ സ്കൂളിൽ എന്തൊക്കെയാണോ പഠിക്കുന്നത് അല്ലെങ്കിൽ മദ്രസയിൽ എന്തൊക്കെയാണോ പഠിക്കുന്നത് അതേ കാര്യങ്ങൾ സിലബസിലൊന്നും ഒരു മാറ്റവും ഇല്ലാതെ ബ്ലൈൻഡ് സ്കൂളിലെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നുണ്ട്. അങ്ങനെ കുട്ടികളെ ഒരു 7ാം ക്ലാസ് വരെ ബ്ലൈൻഡ് സ്കൂളിൽ തന്നെ നിർത്തി പഠിപ്പിക്കുക എന്നുള്ള സിസ്റ്റമാണ് ഇന്നിപ്പോൾ കേരളത്തിലുള്ളത്. അതിനുശേഷം ബാക്കിയുള്ള പഠനം ഹൈസ്കൂൾ തലം മുതൽ ബാക്കിയുള്ള എല്ലാ പഠനവും നോർമൽ കുട്ടികളുടെ കൂടെ ഇരുന്നിട്ടാണ് കാഴ്ചയില്ലാത്തവർ പഠിക്കുന്നത്. അപ്പോൾ ബ്ലൈൻഡ് സ്കൂളിന്റെ ഒരു പ്രധാന ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ലെവലിലേക്ക് നോർമൽ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യാനും സമൂഹത്തായിട്ട് ഇടപഴകാനുള്ള ഒരു ലെവലിലേക്ക് നമ്മളെ കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ്. ഇരുളടഞ്ഞ കാഴ്ച ചലനങ്ങളെ തോൽപ്പിച്ചെങ്കിലും ഇവരുടെ ചിന്തകളിൽ ഉണർവുണ്ട്. മഅദിൻ അന്ധവിദ്യാലയം ഇവരുടെ ജീവിതത്തിൽ പ്രകാശത്തിന്റെ പുതിയ ജാലകങ്ങൾ തുറന്നിട്ടിരിക്കുന്നു. അതിലൂടെ അവർ തങ്ങളുടെ സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നു. യാഥാർത്ഥ്യത്തിലേക്കുള്ള വഴിത്താരകൾ കണ്ടെടുക്കുന്നു. ഈ പിഞ്ചു ബാല്യങ്ങൾക്ക് കൈത്താങ്ങാകാനും അവരുടെ പകലിരവുകളിൽ കളിച്ചിരികൾ നിറയ്ക്കാനും വേണ്ട എല്ലാ അടിസ്ഥാന സാഹചര്യങ്ങളും മഅദിൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ പല കുട്ടികൾക്കും നടക്കാൻ വരെ അറിയില്ലായിരുന്നു, എങ്ങനെ ചോറ് കഴിക്കണം എന്നുള്ളത് അറിയില്ലായിരുന്നു, കുളിക്കാൻ അറിയില്ലായിരുന്നു. ഇവരൊക്കെ ആ കാര്യത്തിൽ മിടുക്കന്മാരായി തീർന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ നിരങ്ങി നടന്ന കുറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർക്ക് നടക്കാൻ പോലും അറിയില്ലായിരുന്നു. അവരൊക്കെ തന്നെ ഇപ്പോൾ ഉഷാറായിട്ട് 2 കാലുമേൽ തന്നെ ശരിക്ക് നടക്കുന്നതായിട്ട് യാതൊരു പേടിയും കൂടാതെ നടക്കുന്നതായിട്ട് കാണുമ്പോഴേ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്, അഭിമാനമുണ്ട്. വിദ്യാഭ്യാസ ചിലവുകളെല്ലാം തീർത്തും സൗജന്യമായി വഹിക്കുന്ന മഅദിൻ ഈ കുട്ടികളിലെ കാഴ്ചയെ മറച്ച് ഇരുളിനെ നീക്കാനുള്ള വിദഗ്ധ ചികിത്സയും നൽകി വരുന്നുണ്ട്. ഇതിന്റെ ഫലമായി ഏതാനും വിദ്യാർത്ഥികൾ പതുക്കെയാണെങ്കിലും കാഴ്ചശക്തി വീണ്ടെടുത്തിരിക്കുകയാണ്. ഒരു കണ്ണിലെ വെളിച്ചം തിരിച്ചു വരുമ്പോൾ ഒപ്പം അനേകം ജീവിതങ്ങളാണ് വീണ്ടെടുക്കപ്പെടുന്നത്. ദൈന്യ ജീവിതങ്ങളുടെ വീണ്ടെടുപ്പിനുള്ള സംരംഭങ്ങളോട് സഹകാരികളാവാനുള്ള സുമനസ്സുകളെയാണ് മഅദിൻ തേടുന്നത്. ഞങ്ങൾക്കൊന്നും ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കാനോ അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ ഇനിയുള്ള കുട്ടികൾക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി അല്ലെങ്കിൽ കിട്ടുന്നു എന്ന് അറിയുമ്പോൾ അതിൽ ഞങ്ങൾക്ക് വളരെയധികം ഒരു
സന്തോഷമുണ്ട്, അതിലൊക്കെ നമ്മൾ പരിപൂർണമായിട്ടും അഭിമാനം കൊള്ളുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ഇനിയും എല്ലാവരും സഹായങ്ങളും സഹകരണങ്ങളൊക്കെ ചെയ്യണം. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ വളർന്നു വലുതാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതിന് എല്ലാവർക്കും സാധിക്കട്ടെ.